ഞാനിപ്പോൾ മണ്ണാർക്കാട് ഇവിടെ പാലത്തിൻ്റെ അടിയിലുള്ള കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ തൊട്ടടുത്ത് വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ ഡ്രസ്സ് തിരുമ്പാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഇറങ്ങി കുളിക്കണം. നല്ല മഴ പെയ്യുന്നു, നല്ല കാറ്റടിച്ച് നല്ല തണുപ്പുണ്ട്. നല്ല രീതിയിൽ തണുപ്പാണ്. അപ്പോൾ തന്നെ ഇനിയിപ്പോൾ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഡ്രസ്സ് മഴ പെയ്യുന്ന പെയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ്, നല്ല ചൂടായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട് ചെറിയ തണുപ്പായിട്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കാല് ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് തിരുമ്പുന്ന സമയത്ത് മുക്കിയിട്ടപ്പോൾ മീൻ വന്നിട്ട് കാലുമേനെ കൊത്തുക. അത് എന്താക്കെ മനസ്സിലായില്ല, പക്ഷേ ഇക്കിളിയാവുണ്ട്, അതൊക്കെ അറിയാം. അപ്പോൾ മൊത്തം അലക്കി തീർത്ത് ഇനി പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കണ പരിപാടിയാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട്. കാല് ഞാനിപ്പോൾ മുക്കുമ്പോൾ തന്നെ കാല് കിടന്ന് വറക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം നമ്മുടെ കാല് വെള്ളത്തിലിട്ടിട്ട് തണുപ്പ് മാറ്റാൻ വേണ്ടി പുഴുക്കാൻ വെച്ചിക്കുക കാലിന് കുറച്ച് നേരം. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കാല് കുറേ നേരം വെച്ചതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. നോക്കിയിട്ട് വെളുത്ത് തുടുത്ത് കാല് എൻ്റെ മോന് കുറേ നേരം വെച്ചിട്ട് ഞാൻ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അതാ കാലിൻ്റെ അടിയൊക്കെ വെളുത്ത് അടിപൊളി, കയ്യും വെളുത്ത്. അവിടെ കല്ലുണ്ട്, കല്ലുമിട്ടിട്ട് നല്ല ഒരക്കലൊരയ്ക്കും. ഇപ്പോൾ കണ്ട അത് കിട്ടാ എന്താ വൃത്തിയായി, നല്ല രീതിയിൽ വൃത്തിയായി. സത്യം പറഞ്ഞാൽ ഈ പുഴ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വണ്ടി കൊണ്ടിട്ട് കുളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എവിടെ പോയിട്ട് കുളിക്കുന്നൊക്കെ ഒരു പിടുത്തമില്ല. ഇവിടെ കുറേ ബാത്റൂമും കണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കുളിക്കുക എന്നുള്ള പ്ലാനിലൊക്കെ ഞാൻ പറഞ്ഞു കുറച്ചേരം ഇവിടെ ആ സമയത്ത് വെയിലാട്ടോ. അപ്പോൾ വൈകുന്നേരം ആവട്ടെ, ഒരു 4-5 മണിയൊക്കെ ആവട്ടെ വിചാരിച്ചു ഞാൻ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു പയ്യനോട് ചോദിച്ചു, ഇവിടെ ഇട്ടോട്ടോ ചോദിച്ച്, റെസ്റ്റ് ഇട്ടോ ചോദിച്ച്. ആ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കുളിക്കണമെങ്കിൽ താഴെ പുഴ ഉണ്ട് പറഞ്ഞു. അവർ കുളിക്കാൻ പറ്റുമോ ചോദിച്ചോടെ? ആ കുളിക്കാൻ അതിനൊരു കുഴപ്പമില്ല പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കി, ആദ്യം ഞാൻ ചെന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി നോക്കി, കുഴപ്പമില്ല, നല്ല വെള്ളം. അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഇറങ്ങുന്ന ടൈമിലാണ് മഴ പെയ്തത്. മഴ പെയ്ത പാടെ ഞാൻ ഇത് ആദ്യം ഡ്രസ്സ് അലക്കാൻ നിന്ന് അലക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുളിക്കാൻ നിന്നപ്പോൾ ഷർട്ടില്ല, ട്രൗസർ മാത്രമേ ഉള്ളൂ. തണുത്ത് കുറച്ച് ഇങ്ങനെ നിൽക്കുക ഞാൻ. അവസാനം കുറേ നേരം കയറി ഇരുന്ന് ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയ തണുപ്പും കൊണ്ടിട്ട് വിറച്ച് ഇങ്ങനെ ഇരുന്ന്. മഴ പോയ പാടെ വെള്ളത്തിന് ചെറിയ ചൂടുണ്ടായിരുന്നു. ആ ചൂടിൽ കുളിച്ച് കയറിയ പാടെ വീണ്ടും തണുക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഓടി വന്ന്, വണ്ടിയിലാണ് ഡ്രസ്സ് ഉണ്ടായിരുന്നത്, നേരെ ഓടി വന്ന് ഡ്രസ്സ് മാറി, ഡ്രസ്സൊക്കെ അലക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടാ. അങ്ങനെ അതാ ഇപ്പോൾ വണ്ടി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഓട്ടം കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്ന് ഇന്ന് ഇറക്കി, ഇന്ന് കുറേ ഗ്രൂപ്പിൽ നോക്കി, ഒരു ഓട്ടവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി പരിപാടി പറഞ്ഞാൽ നോയമ്പുണ്ട്, പള്ളിയിൽ പോകണം, നോയമ്പ് തുറക്കണം, എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, വണ്ടി കിടന്നുറങ്ങണം. ഇവിടെ ഒരു 8 മണി വരെ നമുക്ക് പെർമിഷനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ വണ്ടി പുറത്ത് പോകും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടേരെ ടാറ്റ ബൈ ബൈ.